മൂന്നാം ക്ലാസ്സിലെ വൃത്തി നൽകും ശക്തി എന്ന പാഠഭാഗത്തിലെ പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ തയ്യാറാക്കിയ ചെറിയൊരു റോൾ പ്ലേ. ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ നിനക്ക്? പരിചയമുണ്ടോന്നോ? ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതെ അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? ചേട്ടൻ എവിടെയാ താമസിക്കുന്നേ? ഈ നഗരത്തിൽ തന്നെ അഴുക്ക് ചാലിനടുത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ, അവിടെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. അതെയല്ലേ, ഞാനും എൻ്റെ കുടുംബവും ചേട്ടൻ പറഞ്ഞ അഴുക്കുചാലിൽ തന്നെയാണ് താമസം. ആ വീട്ടിലെ അഴുക്കെല്ലാം വലിച്ചെറിയുന്നത് ഈ തോട്ടിലേക്കാണല്ലേ. നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന നല്ല വീട്ടുകാർ അല്ലേ ചേട്ടാ? ശരിയാ പങ്കാളി. അല്ല, താൻ എന്തൊക്കെ രോഗങ്ങളാ ആ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുന്നത്? ഞാൻ കോളറ, വയറിളക്കം, വയറുകടി തുടങ്ങി നിരവധി രോഗങ്ങൾ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അല്ല, അതാണോ അമ്പാനെ വരുന്നത്? നമ്മുടെ പങ്കാളിയായ ചിണ്ടനലിയല്ലേ? ഹലോ മിസ്റ്റർ കൊതുക് ആൻഡ് ഈച്ച, ഹൗ ആർ യു? എന്താ പരിപാടി രണ്ടാളും? ഓ, എന്നതാടാ ചിണ്ട, സുഖം തന്നെ. നീ എവിടുന്നാ വരുന്നേ? നിന്നെ ഇന്നലെ കണ്ടം പൂച്ച തുരത്തുന്നത് കണ്ടല്ലോ. അതേടാ ഈച്ചക്കുഞ്ഞ, ഞാൻ ഓടി നമ്മുടെ ജോർജേട്ടന്റെ വീട്ടിൽ കയറി. അവിടെയാണെങ്കിൽ തട്ടിൻ പുറത്തും ഗോഡൌണിലുമൊക്കെ എനിക്ക് പതുങ്ങിയിരിക്കാൻ കുറേ സ്ഥലമുണ്ടല്ലോ. ഞാൻ അവിടേക്ക് ഓടിയൊളിച്ചു. അങ്ങനെ കണ്ടൻ പൂച്ച ശശിയായി. അല്ലട ചിണ്ട, നമ്മുടെ ജോർജേട്ടനും കുടുംബവും ആശുപത്രിയിലാണെന്ന് കേട്ടല്ലോ. എന്താ പറ്റിയേ? ഓ അതോ, ഞാൻ കഴിഞ്ഞ ദിവസം മച്ചിൻ മുകളിലൂടെ നടക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. ഞാൻ അവിടെ കാര്യം സാധിച്ചു. മച്ചിൻ മുകളിൽ നിന്ന് എൻ്റെ മൂത്രം താഴെ തുറന്നു വച്ച ഭക്ഷണപാത്രത്തിലേക്ക് ഒഴുകി. അങ്ങനെ ജോർജേട്ടനും കുടുംബത്തിനും എലിപ്പനിയും പ്ലേഗും പിടിപെട്ടു എന്നാ അറിയാൻ കഴിഞ്ഞത്. അത് കലക്കി. എന്തായാലും നമ്മൾ താമസിക്കുന്ന വീട്ടുകാരും നാട്ടുകാരും പരിസര ശുചിത്വം പാലിക്കാത്തത് കൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, അല്ലേ കുഞ്ഞൻ കൊതുകേ? ശരിയാ, എന്നാ ഞാൻ പോട്ടെ. വൈകുന്നേരം 6 മണിയായി. ഇപ്പോഴേ വീട്ടിനുള്ളിൽ കയറി ഒളിച്ചാലേ രാത്രി ഭക്ഷണമായി ചോര കിട്ടൂ. എന്നാ ശരി, നാളെ വീണ്ടും സന്ധിക്കും വരെ വണക്കം. Bye, see you tomorrow.